നമസ്കാരം. ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന നോവലിലെ അദ്ധ്യായം 4 ഭാഗം 3. ചേന്നനാണ് കൃഷി നോക്കി നടത്തുന്നത്. അപ്പുവിൻ്റെ വീട് പാടത്തിൻ്റെ പടിഞ്ഞാറെ കരയ്ക്കായതുകൊണ്ട് രാവിലെ എണീറ്റ് വന്ന് കോലായിൽ നിന്നുകൊണ്ട് കിഴക്കോട്ട് നോക്കിയാൽ ആദ്യം കാണുന്നത് നെൽപ്പാടമാണ്. ചോന്ന നിറത്തിലുള്ള സൂര്യൻ പാടത്തിനക്കരെ മരപ്പച്ചകൾക്കു മീതെ. മാനത്തേക്ക് സൂര്യൻ കയറിപ്പോകും തോറും വെള്ളിക്കിണ്ണം പോലെ വെട്ടിത്തിളങ്ങും. അത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. പാടത്തിൻ്റെ നടുക്ക് വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്ന അരയാൽ. തെക്കുനിന്ന് പാടം നടന്നു ചവിട്ടി വരുന്ന കുട്ടികൾ അരയാലിൻ്റെ ചോട്ടിലൂടെ നമ്പിയത്തെ പടി കയറി പറങ്കിമാവിൻ തോട്ടം വഴിയാണ് സ്കൂളിലേക്ക് പോവുക. പറങ്കിമാവിൻ തോട്ടം വഴിക്ക് കുട്ടികൾ ഒറ്റയ്ക്ക് പോവില്ല. പേടി തോന്നും. അപ്പുവിനും ഏട്ടനും വലിയ വരമ്പത്തു കൂടി വടക്കോട്ട് നടന്ന് വാര്യത്തെ കുന്നുകയറിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. നടീൽ കൊഴിഞ്ഞ ദിവസങ്ങളിൽ പാടത്ത് ഇളം പച്ച നിറമാണ്, തത്തമ്മയുടെ നിറം. പതുക്കെ പതുക്കെ പാടം കരിമ്പച്ച നിറമാകും. കതിരു നിരന്ന് കായമടങ്ങി പാടം കൊയ്ത്തു കാത്തു കിടക്കുമ്പോൾ സ്വർണത്തിൻ്റെ നിറമായിരിക്കും. കൊയ്ത്തു കഴിഞ്ഞാലോ പിന്നെ പാടം വരണ്ടുണങ്ങും. ചേന്നൻ്റെ കാലിലെ മടമ്പ് പോലെ കട്ട വിണ്ട് അങ്ങനെ കിടക്കും. പാടത്തേക്ക് കയറൂരിവിട്ട പശുക്കളും പോത്തുകളും വരമ്പുകളിൽ മേയുന്നുണ്ടാവും. ഇടയ്ക്കെപ്പോഴെങ്കിലും മഴ ചാറിയെന്ന് വരും. വരമ്പുകളിൽ ഉണങ്ങിക്കിടക്കുന്ന പുല്ലുകൾക്ക് അപ്പോൾ ജീവൻ വയ്ക്കുന്നു. നെൽക്കുറ്റികളിൽ പച്ചനാമ്പുകൾ തലനീട്ടും. അപ്പോൾ ആ മിണ്ടപ്രാണികളുടെ ഉത്സാഹം കാണണം. കൊയ്ത്ത് കഴിഞ്ഞ കണ്ടം കട്ട കീറി കിടക്കാൻ ചേന്നൻ സമ്മതിക്കില്ല. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കണ്ടത്തിലെ പൂല് പോകുന്നതിന് മുമ്പേ പൂട്ടി മുറിയണമത്രേ. കൊയ്ത് കയറിയാലും കണ്ടത്തിലെ മണ്ണിന് നനവുണ്ടാവും. ആ നനവിനാണത്രേ പൂവല് എന്ന് പറയുന്നതെന്ന് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. വടക്കേ കളത്തിലെ ശിവരാമേട്ടനാണ് കണ്ടം പൂട്ടാൻ കന്നുകളെയും പൂട്ടുകാരെയും തരുന്നത്. വടക്കേ കളത്തിലെ നാരായണി മുത്തശ്ശി ശിവരാമേട്ടൻ്റെ അമ്മ അച്ഛൻ്റെ വകയിലെ ചെറിയമ്മയാണത്രേ. അതാണത്രേ അച്ഛൻ്റെ തറവാട്. അച്ഛൻ കുട്ടിയായിരിക്കുമ്പോഴേ ഭാഗം പിരിഞ്ഞു. ചേരിക്കുന്നിൻ്റെ താഴത്ത് വേറെ വീടുണ്ടാക്കി. അച്ഛൻ താമസിച്ചിരുന്ന വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. അച്ഛമ്മ മരിച്ചപ്പോൾ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയത്രേ. അച്ഛന് അനിയത്തിയുണ്ട്. തൃശ്ശിനാപ്പള്ളിയിലാണെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. അവർ നാട്ടിലേക്കൊന്നും വരാറില്ല. അപ്പു അവരെ കണ്ടിട്ടുമില്ല. വീട് നിന്നിരുന്ന സ്ഥലം വിറ്റ് രണ്ടാളും ഭാഗിച്ചെടുത്തു. ആ കാശ് കൊണ്ടാണത്രേ അച്ഛൻ ഈ സ്ഥലം വാങ്ങിയത്. ഭാഗിച്ചതിൻ്റെ ശേഷം ലേശം മുഷിച്ചില ആങ്ങളെയും പെങ്ങളും. എന്തിനു മുത്തശ്ശി ആ സ്ഥലം വിറ്റത്? പണ്ട് കാലത്ത് തലയെ തട്ടി വന്ന് ചാവുന്ന ചെറുമക്കളെ കുഴിച്ചിട്ടിരുന്ന സ്ഥലമാത്രേ. അവിടെ താമസിച്ച ഗതി പിടിക്കില്ല. ഒരു തലമുറ കഴിഞ്ഞപ്പോഴേക്കും വീട് പൊളിഞ്ഞു പോയില്ലേ? എന്നിട്ട് അച്ഛനൊന്നും പറ്റിയില്ലല്ലോ. നിൻ്റെ അച്ഛന് നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? അവൻ നാട്ടിൽ നിന്നേ പോയില്ലേ? പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അച്യുതപ്പണിക്ക പറഞ്ഞു നിൻ്റെ അച്ഛനോട്, ചന്ദ്രൻ നായരെ ഈ സ്ഥലം വിറ്റോളൂ, നമുക്കത് വേണ്ട. അങ്ങനെ രാമചന്ദ്രൻ അത് വിറ്റു. ഈ സ്ഥലം വാങ്ങുമ്പോൾ അപ്പോഴും അച്യുതപ്പണിക്ക പ്രശ്നം വെച്ചു. ഇത് മതി ചന്ദ്രൻ നായരെ, ഇത് വാങ്ങിക്കോളൂ. വീട് വെച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലം. ഐശ്വര്യമുള്ള കിടപ്പാണത്ര ഈ വളപ്പിൻ്റെ. പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് ചെരുവ്, കിഴക്ക് വടക്കോട്ട് നീരൊഴുക്ക്. 12 കള്ളികളുള്ള തൊഴുത്താണ് വടക്കേ കളത്തിൽ. അപ്പുവിൻ്റെ വീട്ടിലെ തൊഴുത്തിന് 3 കള്ളികളേ ഉള്ളൂ. കഷ്ടിച്ച് 2 പശുക്കളെ കെട്ടാം. വടക്കേ കളത്തിലോ 4 ഊർച്ചപ്പോത്തുകൾ, പാല് തരുന്ന 2 പശുക്കൾ. പോത്തുകൾക്കും പശുക്കൾക്കും കഞ്ഞി ചൂടാക്കാനും തവിടും പിണ്ണാക്കും കലക്കി കൊടുക്കാനും കന്നുകളെയും പശുക്കളെയും പെരുങ്കുളത്തിൽ കൊണ്ടുപോയി തേച്ചൊരച്ചു കഴുകാനും ചെല്ലി. തൊഴുത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ചായ്പിലാണത്രേ ചെള്ളി കിടക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് എണീറ്റ് കന്നുകൾക്ക് കഞ്ഞി ചൂടാക്കണം. പിടിപ്പത് പണിയാണ് ചെള്ളിക്ക്. ചേന്നൻ്റെ ഏട്ടൻ്റെ മകനാണത്രേ ചെള്ളി. 3ാം ക്ലാസ് വരെ മാത്രമേ ചെള്ളി പഠിച്ചിട്ടുള്ളൂ. അതൊക്കെ ധാരാളം മതി മൂത്താരുട്ടേ എന്നാണ് ഒരു ദിവസം ചെള്ളി അപ്പുവിനോട് പറഞ്ഞത്. കന്നുകൾക്ക് നുകം വയ്ക്കാനും കരി പിടിച്ചു പൂട്ടാനും പഠിച്ചാൽ എല്ലാമായി എന്നാണ് ചെള്ളിയുടെ ഭാവം. എന്നാലും ചെള്ളിയെ സമ്മതിക്കണം. ഞാറു നടാൻ കണ്ടം നിരത്തുന്ന ദിവസം കരിക്ക് പകരം നുകത്തിൽ മരം കെട്ടി അതിൻ്റെ പുറത്ത് കയറി നിന്ന് ചെള്ളിപ്പോത്തുകളെ പറപ്പിക്കുന്നത് കാണണം.
ഗോപിയേട്ടൻ്റെ പ്രായം കാണും ചെള്ളിക്ക്. നല്ലോണം മെലിഞ്ഞ് ഉയരം കുറഞ്ഞ് തലമുടി ചുരുണ്ട് ചുരുണ്ട് കിടക്കും ഇപ്പോഴും. അപ്പു അതിശയപ്പെട്ടിട്ടുണ്ട്. ചേന്നനും ചേന്നൻ്റെ അപ്പം നീലാണ്ടനും ചേന്നൻ്റെ കൂട്ടുകാർക്കുമൊക്കെ ചുരുണ്ട മുടിയാണ്. ഊശാന്താടിയും. ചെള്ളിയുടെ താടിയിലുമുണ്ട് 5-6 രോമങ്ങൾ. ഏത് തെങ്ങിലും ചെള്ളി വലിഞ്ഞു കയറും. പട്ടകളിൽ ചവിട്ടി തെങ്ങിൻ്റെ കുരലിൽ കയറിയിരിക്കും. പന കയറാൻ വയ്യ ചെള്ളിക്ക്. പിടിയെത്തില്ലത്രേ. കൈന് ഒന്നുകൂടെ നീളം വയ്ക്കുന്നതും കാത്തിരിക്കുകയാണ് ചെള്ളി. പാടത്തേക്ക് തോല് വെട്ടാൻ വേണ്ടി അണ്ണാനെപ്പോലെ മരത്തിൽ ഓടിക്കയറും. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പകരും. നുകം. പൂട്ടാനുള്ള കന്നിൻ്റെ ജോഡികളെ കഴുത്തിൽ കൂട്ടിക്കെട്ടാനുള്ളത് നുകം. നുകത്തിൽ കെട്ടുന്നത് കരി. കൃഷ്ണൻ്റെ ഏട്ടൻ ബലരാമൻ്റെ ആയുധമുണ്ടല്ലോ ഹലം, അതുതന്നെ. കരിയുടെ ഭൂമി തൊടുന്ന ഭാഗത്താണ് കൊഴു. ഇരുമ്പുകൊണ്ട് നാവിൻ്റെ ആകൃതിയിലുണ്ടാക്കിയത്. കൊഴുവാണ് മണ്ണിനെ ഉഴുതുമറിക്കുന്നത്. കരി അഴിച്ചു വെച്ച് നുകത്തിൽ കാഞ്ഞിരം കോലിൽ ഞാത്തിയിട്ട മരപ്പലക കൊണ്ടാണ് കണ്ടം നിരപ്പാക്കുന്നത്. പടുമരങ്ങളുടെ ഇലകൾ ചെറുചുള്ളികളടക്കം വെട്ടിയിട്ട് വലിയ കെട്ടുകളാക്കി കണ്ടത്തിൽ കൊണ്ടുപോയി പരത്തിയിടും. എന്നിട്ട് കരി കൊണ്ട് പൂട്ടി പച്ചിലകൾ ചേറിൽ താഴ്ത്തും. ഈ പച്ചിലക്കെട്ടിനാണ് തോല് എന്ന് പറയുന്നത്.